ഒരു നല്ല സംവിധായകൻ എങ്ങനെയായിരിക്കണം? അത് പറയണമെങ്കിൽ ഞാനൊരു നല്ല സംവിധായകനാകണം. റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ഉണ്ടാവില്ല. താടി വളർത്തിയാലേ താടി വളർത്തുന്നത് നിർബന്ധമാണ്. താടിയും കണ്ണടയും വേണം, അല്ലെങ്കിൽ എഴുതാൻ പറ്റില്ല. പഞ്ചാബി ഹൗസ് ഒരു ട്രെയിൻ യാത്ര എഴുതുന്നുണ്ടായതാണ്. ഒരു പ്രൊഡ്യൂസർ വന്ന് എന്നോട് ചോദിച്ചു, അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഒന്ന് ചെയ്യാമോ? വൃത്തിയായി മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ ഓർഡറായിട്ട് നോൺ ലീനിയർ ഓൺ ലീനിയർ വോട്ടബിൾ പറഞ്ഞാൽ ഷുവർ അത് ഹിറ്റാവും. ഇപ്പം എന്താണെന്ന് വെച്ചാൽ AC-യുടെ കാശ് കിട്ടണം തിയേറ്ററുകാർക്ക്. അത് കിട്ടില്ലെങ്കിൽ അവർ പറയും 15 പേര് താഴെയാണെങ്കിൽ ഞങ്ങൾക്ക് പടം കളിക്കില്ല എന്ന് പറയും. അതാണ് പല തിയേറ്ററിലും പടമില്ലാത്തത്. എത്ര തല്ലിപ്പൊളി പടമാണെങ്കിലും ശരി, വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച, അതിന് മൂന്ന് ദിവസമെങ്കിലും പടം ഓടും. ഇന്നും അങ്ങനെ ഇല്ല. PVR നിന്നാണ് വിളിച്ചത്, ഒരു 15 ആളെങ്കിലും നിങ്ങളൊന്ന് കൊണ്ടുവരാമെങ്കിൽ ഞാൻ ഈ പടം കളിക്കാം, ഷോ വയ്ക്കാം, അല്ലെങ്കിൽ ഷോ വയ്ക്കാം. അപ്പം ആരുമില്ല ഇവിടെ. തിയേറ്ററിൻ്റെ മുമ്പിൽ ആരും ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം എന്തോ ഹോളിവുഡിനോട് വലിയ താല്പര്യം ആർക്കും കാണുന്നില്ല. പണ്ട് ഹോളിവുഡ് ദാറ്റ് മേ ബി ഈ സെക്സ് എന്ന് കണ്ടന്റ് കൂടുതൽ അതിലായിരുന്നു. അതുകൊണ്ടായിരിക്കും ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ വേറെ കിട്ടും, ഫ്രീ കിട്ടും. ആകാശത്തിനും അപ്പുറം സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ചവരെ നന്ദി. ആ പ്രതീക്ഷയിലായിരുന്നു ഞാനെന്ന്. പാതാളത്തിനും കീഴെ നരകമുണ്ടെന്ന് പഠിപ്പിച്ചവരെ നന്ദി. ആ ഭയത്തിലായിരുന്നു ഞാനെന്നും. ഇതൊന്നുമില്ലെന്ന് പഠിപ്പിച്ച ശാസ്ത്രമേ പേടിയാവുന്നു ജീവിക്കാൻ. നമ്മളിപ്പോൾ സാഹിത്യമൊക്കെ എഴുതുകയാണെങ്കിൽ കുറേ നാൾ എഴുതിയിട്ടില്ലെങ്കിൽ അത് നമുക്ക് വാക്കുകൾ വരില്ല വേനത്തുമ്പിൽ. അപ്പം അങ്ങനെ എപ്പോഴെങ്കിലും സ്റ്റക്കായി ഇപ്പം സാർ എപ്പോഴെങ്കിലും നിന്നിട്ട് ഇപ്പം എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്? ഞാൻ അതിനൊരു കാര്യം ഞാൻ എടുത്തു പറയാം. ഒരുപാട് പേര് എന്നോട് പറഞ്ഞു. ഇന്നലെ വന്ന ഒരു 3 പേര് ഇന്നലെ എന്നെ ദുബായിൽ നിന്ന് കാണാൻ വന്ന് എഴുത്താണ്. അവർ പറഞ്ഞൊരു കാര്യം റൈറ്റേഴ്സ് ബ്ലോക്കിനെ കുറിച്ചാണ്. ഞാൻ പറയുന്നത് നെവർ. റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ഉണ്ടാവില്ല നമുക്ക്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ അവരോട് ചോദിച്ചു, എവിടെയാണ് നിങ്ങൾക്ക് റൈറ്റേഴ്സ് ബ്ലോക്ക് വന്നത്? ഞാൻ പറഞ്ഞു, ഇതൊന്നുമല്ല. പ്രധാനമായുള്ള കാര്യം, നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമല്ല. അതായത് ഇവരൊരു കൊലപാതകത്തിൻ്റെ കഥയാണ് പറയുന്നത്. ആരെ കൊന്നതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ടാണ് അവർ ക്ലൈമാക്സിലേക്ക് പോയേക്കണേ. അതെങ്ങനെ ശരിയാവും? ഈ കഥാകൃത്ത് അറിഞ്ഞിരിക്കണം ആരാ കൊന്നതെന്ന്. ഓഡിയനോട് പറയണ്ട. കഥാകൃത്തിന് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം ആരായിരുന്നു ആ ക്രൈം ചെയ്തത്. ഇദ്ദേഹം പറയുന്നത് ജനം അറിയുന്നില്ല അതെന്നാണ്. അതുകൊണ്ട് ഇയാൾ ചിന്തിച്ചിട്ടില്ല. അപ്പം റൈറ്റേഴ്സ് ബ്ലോക്ക് വരും. അപ്പം A to Z തലയിൽ വെച്ചിട്ട് വേണം എഴുതാനിരിക്കാൻ, അല്ലെങ്കിൽ റൈറ്റേഴ്സ് ബ്ലോക്ക് ഉറപ്പാണ്. ഒരുപാട് പേപ്പറുകൾ ഇങ്ങനെ എഴുതും, ചുരുട്ടിക്കൂട്ടി, അങ്ങനെയാണ്. അത് വെറുതെ. നമുക്ക് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ അതാണ് നമ്മൾ എഴുതുന്നത്. ഇപ്പം നമ്മളൊരാൾക്ക് ഒരു കത്ത് എഴുതുകയാണ്, നാളെ 10 മണിക്ക് എറണാകുളത്ത് വരണം, അത്രയേ ഉള്ളൂ അതിൻ്റെ കോണ്ടന്റെങ്കിലും നമ്മളത് എഴുതി. ഇത് റൈറ്റേഴ്സ് ബ്ലോക്ക്. അതിന് എന്ത് വരാനാണ്? അത് ചുട്ടിക്കുട്ടി കളയേണ്ട കാര്യമില്ല. വല്ല ഹാൻഡ് റൈറ്റിംഗ് മോശമായെങ്കിൽ മാത്രം കളഞ്ഞാൽ മതി. അപ്പം ഇതുപോലെ ആയിരിക്കണം നമ്മൾ കഥ എഴുതേണ്ടത്. വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം, നമുക്കുണ്ടായിരിക്കണം. അത് A to Z എന്ന് പറഞ്ഞാൽ ആദ്യം, മധ്യ, അന്തം. ഇത് 3 ഉണ്ടായിരിക്കണം. മദ്യം എന്ന് പറയുന്ന ലൈഫാണ്. അത് കൃത്യം പഠിച്ചിരിക്കണം. കോൺഫ്രണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അത് മുഴുവൻ നമ്മുടെ തലയിലുണ്ടായിരിക്കണം. ഇത് കഴിഞ്ഞിട്ട് എഴുതാനിരിക്കാവും. ഇതാണ് ഒന്നാമത്തെ എൻ്റെ ഉപദേശം. എന്താണെന്ന് വെച്ചാൽ, അതില്ലാതെ ഇരിക്കുന്നവന് വെറുതെ പേനയും പേപ്പറും മാത്രം കയ്യിലുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഇരിക്കരുത്. എല്ലാവരും ഇപ്പോൾ ഈ എറണാകുളത്ത് നമ്മൾ സിനിമയിൽ വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അവരെ മുട്ടി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഒന്നുകിൽ എഴുതും, പക്ഷേ പറയും ഞാൻ ഇങ്ങനെ ഒരു ത്രെഡ് വന്നിട്ട് എഴുതിക്കൊണ്ടിരും, പക്ഷെ എഴുതിയിട്ടത് തീരില്ല, ചിലപ്പോൾ അത് ശരിയായില്ലെന്ന് പറഞ്ഞ് എന്താ പറയുക. എനിക്കറിയുന്ന സുഹൃത്തുക്കളുണ്ട്, പേപ്പർ ഇങ്ങനെ വാങ്ങിക്കുക, കളയുക, ഇത് തന്നെ. പണ്ട് സിനിമ കാണുമ്പോൾ നസീർ സാർ എഴുത്തുകാരനാണ്. അപ്പം അത് കാണിക്കാൻ ഡയറക്ടർ ചെയ്തേക്കുന്നത് ഫ്ലോറിൽ നിന്നാണ് ക്യാമറ. ഫ്ലോർ മുഴുവൻ പേപ്പർ ചുരുട്ടിക്കൂട്ടിയിട്ടേക്കാം. എന്നിട്ട് നസീർ സാറിൽ നിന്ന് എഴുതുന്ന. അപ്പം അപ്പോഴേ നമുക്ക് എഴുത്തുകാരനായിട്ട്. അതെ, ഒരുപാട് സിനിമകളിൽ അങ്ങനെ കാണിക്കുന്നുണ്ട്. നമ്മൾ അത് നമ്മൾ ഒരുപാട് പേപ്പർ കാണുമ്പോഴാണ് അവർ എഴുത്തുകാരനാണ്. ശരിക്കും അതിന്റെ ആവശ്യമില്ല. ഇത് റോങ് ആയിട്ടുള്ള. എഴുത്തുകാരന്റെ മുറിയിൽ ചവിറ്റുകൊട്ട വേണ്ടെന്നാണ് ഞാൻ പറയണത്. അവൻ്റെ മനസ്സിലുണ്ടൊരു ചവിറ്റുകൊട്ട, അതിലിട്ടാൽ മതി. അതിൽ നിന്ന് നല്ലത് എടുത്തിട്ട് നല്ല കാര്യങ്ങൾ എഴുതുന്നതിനൊരിക്കലും ഈ തടസ്സങ്ങളുണ്ടാവരുത്. അതിന് മുമ്പ് അതിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞിരിക്കണം.
ഇതിലൊക്കെയാണ്. ഈ ഇപ്പൊ പിന്നെ പറയും നമ്മൾ കാമാൻ ക്വയറ്റായിട്ടുള്ള ഒരു സ്ഥലത്തിരുന്നാൽ മാത്രമേ നമുക്ക് ഭാവന വരൂ. അത് ശരിയാണ്. അത് അങ്ങനെയൊന്നും പറയാമില്ല. ബസ് യാത്ര, ട്രെയിൻ യാത്രയിലൊക്കെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ, പഞ്ചാബി ഹൗസ് ഒരു ട്രെയിൻ യാത്രയിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഏത് സാഹചര്യത്തിലും ഒരു എഴുത്തുകാരൻ എന്തും എപ്പോഴും എവിടെ വെച്ചും പറ്റും. അതിന് ഒരു ഇങ്ങനെ സന്യാസിയെ പോലെ ഒരു മലയുടെ മുകളിൽ സൈലൻ്റ് ആയിരുന്നാലേ, ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. താടി വളർത്തിയാലേ താടി വളർത്ത നിർബന്ധമാണ് കേട്ടോ. താടിയും കണ്ണടയും വേണം, അല്ലെങ്കിൽ എഴുതാൻ പറ്റില്ല. താടി പിടിച്ചാലേ ആശയങ്ങൾ വരുമെന്നൊക്കെ. അങ്ങനെ കുറേ ബുദ്ധിജീവികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളാണ്. അല്ല, അത് ഫോളോ ചെയ്യുന്നവർ ഫോളോ ചെയ്യട്ടെ. നല്ല സൃഷ്ടികൾ ഉണ്ടായാൽ മതി. ഞാൻ പറയാം, താടി എത്ര വേണമെങ്കിലും പിടിച്ചോട്ടെ ഇവര്, പക്ഷെ നല്ല സൃഷ്ടികൾ ഉണ്ടാകണം. അല്ലാതെ താടി പിടിക്കാൻ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഇന്നത്തെ ഒരു സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ് സാറേ തിരക്കഥാകൃത്തുക്കളുടെ ഒരു അഭാവം. നല്ല തിരക്കഥ, ഒരു തിരക്കഥയാണല്ലോ ഒരു എന്താ പറയുക ബോൺ എന്ന് പറയുക, ബാക്ക് ബോൺ എന്ന് പറയുന്ന സിനിമയുടെ. കിങ് ഈസ് കോണ്ടന്റ് ആൻഡ് സ്ക്രീൻ സ്റ്റോറി ടെല്ലിങ്. അതാണ് നമ്മളുടെ ബിസിനസ്. ആക്ച്വലി ഈ സ്റ്റോറി ടെല്ലിങ്, ആ ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഈവൻ ന്യൂസ് ആണെങ്കിൽ പോലും സ്റ്റോറി ടെല്ലിംഗ് ആണ്. സ്റ്റോറി ടെല്ലിംഗ് ആണ് ബിസിനസ്. ഇപ്പോൾ ഓരോ ചാനലിന് ഒരു ന്യൂസ് പല വിധമാണല്ലോ പറയാറ്. എന്താ വെച്ചാൽ അതാണ് അവരുടെ സ്റ്റോറി ടെല്ലിംഗ്, അവരുടെ മാർക്കറ്റിംഗ് അങ്ങനെയാണ്. അപ്പോൾ ഭരണകക്ഷിക്ക് എതിരെ പറഞ്ഞാലാണ് അവർക്ക് മാർക്കറ്റിംഗ് ആവുമെങ്കിൽ അവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അനുകൂലമായി പറഞ്ഞാലാണ് മാർക്കറ്റിംഗ് എങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരേ ന്യൂസിനെ മറിച്ചും തിരിച്ചും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. ഇതുപോലെ തന്നെയാണ് സ്റ്റോറി ടെല്ലിംഗ്. നമ്മുടെ സിനിമയുടെ കോണ്ടന്റ് എന്ന് പറയുന്നത് അത് വൃത്തിയായി മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ ഓർഡറായിട്ട് നോൺ ലീനിയർ, ഓൺ ലീനിയർ വോട്ടെവർ പറഞ്ഞാൽ ഷുവർ അത് ഹിറ്റാവും. ഒരു നല്ല സംവിധായകൻ, കോണ്ടന്റ് ഈസ് ബെറ്റർ. ഒരു നല്ല സംവിധായകൻ എങ്ങനെയായിരിക്കണം? ഒരു നല്ല സംവിധായകന് ഒരു സിനിമ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാള് ആദ്യം തന്നെ ഒരു പ്രിപ്പറേഷൻ നടത്തണം എന്ന് വെച്ചാൽ അതെങ്ങനെയായിരിക്കും? നമ്മളൊരു ആഗ്രഹം ഉണ്ട്. പറയണമെങ്കിൽ ഞാനൊരു നല്ല സംവിധായകനാകണം. സാറൊരു നല്ല സംവിധായകനാണ്. അല്ലാതെ എങ്ങനെ പറയുമോ നീ? നമ്മള് സാറിന്റെ ഒക്കെ സിനിമകൾ എന്താ വെച്ചാൽ നമുക്കറിയാം, തെങ്കാശി പട്ടണൊക്കെ എല്ലാ സിനിമകളും 250 ദിവസമൊക്കെയാണ് ഓടുന്നത്. 250, 150 ആദ്യം. ഇന്നൊന്നും സിനിമകൾ അത്രത്തോളം ഓടുന്നില്ല. അതിങ്ങനെ നല്ല സംവിധായകരും നല്ല തിരക്കഥാകൃത്തും അങ്ങനെയുള്ള കഥകളുടെ ഒരു അഭാവം കൊണ്ടാണോ ശരിക്കും? അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, പ്രേക്ഷകന് വന്ന മാറ്റം. ഒരു സ്പ്ലിറ്റായി കിടക്കുന്ന പ്രേക്ഷകരാണെന്ന്. പണ്ടങ്ങനെയല്ലോ, ഒരേ മനസ്സുള്ളവരായിരുന്നു പണ്ട്. മലയാളികളെന്ന് പറയുന്നത് മലയാളത്തിലൊരു സിനിമ കണ്ടാലും സന്തോഷം, തമിഴിൽ ഒരു സിനിമ, നാഗേഷിൻ്റെ ഒരു പടം വന്നാലും നമ്മളിരുന്ന് കാണും. നല്ല ഹിന്ദി ഇവിടെ ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരുന്നത്. അന്ന് ധർമ്മേന്ദ്ര എന്നൊക്കെ പറയുന്ന അത്തരം നടന്മാരെയൊക്കെ ഇവിടെ ആരാധിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഹിന്ദി പാട്ടുകളെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിന് റീസണുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ ഈ കൈ കൊണ്ട് കറക്കി ഇങ്ങനെ സ്പ്രിങ് അടിച്ചിട്ട് വെക്കണ ഇതില്ലേ, ഗ്രാമഫോൺ, അതുണ്ടായിരുന്നു. റെക്കോർഡ് വാങ്ങിക്കുമ്പോൾ മലയാളം കിട്ടില്ല എന്ന് വെച്ചാൽ റെക്കോർഡ് ഇറങ്ങില്ല, വരുന്നത് മുഴുവൻ ഹിന്ദിയാണ്. അതുകൊണ്ട് ഇവിടെ ഹിന്ദിയാണ്. അന്ന് പള്ളികളിൽ പാട്ട് പാടിയിരുന്നത് പോലും അന്നത്തെ ഹിന്ദി പാട്ടിൻ്റെ പാരഡികളായിരുന്നു. യമാന്നെഴുതും എന്ന മട്ടിൽ പാടണം. കാരണം ഇവിടെ ആരും ഇല്ല, സംഗീതം ചെയ്യാൻ ആളില്ല, സംഗീതം അങ്ങനെയൊന്നും ഇവിടെ പോപ്പുലറായിട്ടില്ല. സോ ഹിന്ദി ഇവിടെ ആകുമത്. അപ്പം നമ്മുടെ ചോദ്യം ഇതാണ്, ഈ പ്രേക്ഷകരെന്ന് പറയുന്നത് അന്ന് ഒറ്റക്കെട്ടായി നിന്ന് ഇതെല്ലാം ആസ്വദിച്ചിരുന്നവർ. ഇന്നതല്ല, സ്പ്ലിറ്റ്. ഹിന്ദി ആര് കാണാനാണ്? തെലുങ്ക് ചിലർ, കന്നഡ നല്ല പടമാണ്, ചിലർ കിംകിദുക്ക് പോലത്തെ പടങ്ങൾ, അല്ലെങ്കിൽ ഇറാനിയൻ പടങ്ങൾ, ഇതൊക്കെ ക്രേസായി നടക്കുന്ന ആളുകളുണ്ട്. ഇംഗ്ലീഷ് മാത്രം. ഇപ്പോൾ എന്തോ ഹോളിവുഡിനോട് വലിയ താല്പര്യം ആർക്കും കാണുന്നില്ല. പണ്ട് ഹോളിവുഡ് ദാറ്റ് മേ ബി ഈ സെക്സ് എന്ന കണ്ടന്റ് കൂടുതൽ അതിലായിരുന്നു. അതുകൊണ്ടായിരിക്കും ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ വേറെ കിട്ടും, ഫ്രീ കിട്ടും. അതുകൊണ്ട് അതിനോടുള്ള ഇത് പോയി. പിന്നെ മലയാളത്തിൽ എന്താണ് തരുന്നത് അത് കണ്ടേ പറ്റും, അല്ലേ? പണ്ടതല്ല, നമുക്ക് വേണ്ടത് വരും, ആ സിനിമയിൽ ഉണ്ടാവും. നസീർ സാറ് വരും, അപ്പോൾ ഇതൊക്കെ ഉണ്ടാവും, അത് ഉറപ്പ്. അപ്പോൾ ഇന്നങ്ങനെയല്ല. ആരാണ് അഭിനയിക്കുന്നത് എന്ന് പോലും നമുക്കറിയില്ല. ആരാ അഭിനയിക്കാൻ പോണത് ഇന്ന പടത്തിലൊന്നും നമുക്കറിയില്ല. അത് അവർക്ക് കിട്ടിയ ആളെ വെക്കും.
അഭിനയിക്കും. അവരുടെ കമ്പനി അനുസരിച്ച് ഒരാളുണ്ടാവും അവരുടെ കയ്യിൽ. അവരുടെ കമ്പാനിയൻഷിപ്പൊക്കെ വെച്ചിട്ട് അവിടെ നമുക്കൊരു സിനിമ ചെയ്യാം, അങ്ങനത്തെ പടങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്കൊരു കണ്ടൻറ്റ് ഇതാക്കാം, ശരി ഓക്കെ ഷൂട്ടിങ് ആരംഭിക്കാം. അതിന് പ്രത്യേകിച്ച് തിരക്കഥയുടെ ആവശ്യമില്ല പലർക്കും. ഇത് അവർക്ക് കൊടുക്കുന്നു, വിറ്റ് കാശാക്കുന്നു, കിട്ടിയ കാശും കൊണ്ട് അവർ പോകുന്നു. ഇപ്പോൾ പല പ്രൊഡ്യൂസേഴ്സിനും, പുതിയ പ്രൊഡ്യൂസേഴ്സിനും ഡയറക്ടർക്കും കോടീശ്വരനൊന്നും ആകണ്ട, സിനിമ ഇറങ്ങിയാൽ മതി. മുടക്ക് മുതൽ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അവർക്ക് നല്ല ഒരു സിനിമ എന്നും പറഞ്ഞൊരു സിനിമ അവർക്ക് ഇറക്കിയാൽ മതി. അല്ലാതെ ഇത് വെച്ചിട്ട് നാളെ ഭയങ്കര കാശുകാരനാകണമെന്ന് അവർക്ക് പ്രൊജക്റ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കണം, പ്രൊജക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അത് നല്ല കാര്യമാണ്. കാരണം എപ്പോഴും മൈൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നഷ്ടം വന്നേക്കാം, നോ പ്രോബ്ലം എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പണ്ടങ്ങനെയല്ല. പ്രൊഡ്യൂസേഴ്സ് എല്ലാ സ്ഥലവും ഓക്കെ ആയാലേ ഒരു സിനിമ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഈ നല്ല നടന്മാരില്ലെങ്കിൽ തിയേറ്ററുകാർ പറയും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളപ്പോൾ തമിഴ് ഇട്ടോളാം, MGR പടം ഇട്ടാൽ ഞങ്ങൾക്ക് അതിൽ കൂടുതൽ കാശ് കിട്ടും. അപ്പം അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പം എന്താണെന്ന് വെച്ചാൽ AC-യുടെ കാശ് കിട്ടണം തിയേറ്ററുകാർക്ക്. അത് കിട്ടില്ലെങ്കിൽ അവർ പറയും 15 പേര് താഴെയാണെങ്കിൽ ഞങ്ങൾക്ക് പടം കളിക്കില്ല എന്ന് പറയും. അതാണ് പല തിയേറ്ററിലും പടം ഇല്ലാത്തത്. പേരൊക്കെ വെക്കും, ഷോ വെക്കില്ല അവർ. എന്നുവെച്ചാൽ കുറച്ചു പേരാണ് അവർ പടം ഇടുകയും ചെയ്യില്ല. പക്ഷെ 100 ദിവസമൊക്കെ ഓടി എന്നൊക്കെ പറഞ്ഞ് പോസ്റ്ററിൽ ഉണ്ടാവും. 100 ദിവസമല്ല, ഒരു 3 ആഴ്ച കൂടി 4 ആഴ്ച കൂടി. പക്ഷെ പല പടങ്ങളും 1 by 1 ആയിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. ഏത് കാണും എന്നുള്ള ഒരു. ഞാനിതുപോലെ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ ഒരു പ്രൊഡ്യൂസറും കൂടെ ഉണ്ട്. ഒരു പടം അന്ന് റിലീസായിട്ട് പുള്ളി ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഈ പ്രോഗ്രാമിലുണ്ട് പുള്ളി. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് പടം. ഇപ്പോൾ PVR നിന്നാണ് വിളിച്ചത്, ഒരു 15 ആളെങ്കിലും നിങ്ങളൊന്ന് കൊണ്ടുവരാമെങ്കിൽ ഞാൻ ഈ പടം കളിക്കാം, ഷോ വയ്ക്കാം, അല്ലെങ്കിൽ ഷോ വയ്ക്കാം. അപ്പോൾ ആരും ഇല്ല ഇവിടെ. തിയേറ്ററിൻ്റെ മുമ്പിൽ ആരും ഇതുവരെ വന്നിട്ടില്ല, ആരും ഇതുവരെ ടിക്കറ്റും എടുത്തിട്ടില്ല, ബുക്കും ചെയ്തിട്ടില്ല. പിന്നെ എന്ത് ചെയ്യും? 3-4 പേര് നിൽപ്പുണ്ട്, അവരെ വെച്ച് പടം ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരു 15 പേരെ ഞങ്ങൾക്ക് ഓഫർ തരികയാണെങ്കിൽ എന്ന് പറയുന്ന അവസ്ഥ എത്തി. അങ്ങനെയൊക്കെ പണ്ട് നമ്മൾ കേട്ടിട്ടേ ഇല്ല. എത്ര തല്ലിപ്പൊളിപ്പടമാണെങ്കിലും ശരി, ഒരു പണ്ട് ഞങ്ങളൊക്കെ പറയണ ഒരു 3 ആഴ്ച ഓടും. ഏത്? വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച, അങ്ങനെ 3 ദിവസമെങ്കിലും പടം ഓടും. ഇന്ന് അങ്ങനെ ഇല്ല. അത് ചിലപ്പോൾ പടം തന്നെ കളിക്കില്ല. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കണ്ടത് കുറച്ച് ദിവസം ഓടിയൊരു പടത്തിന് 50-ാം ദിവസം ആഘോഷിച്ചു. അത് എന്നെ വിളിച്ചു 50-ാം ദിവസത്തിനൊന്ന് വരണം. അപ്പോൾ ഞാൻ 50 ദിവസം ആയോ? 50 ദിവസമൊക്കെ ആയിട്ടുണ്ട്, ധൈര്യമായിട്ട് വാങ്ങുക, ഒന്ന് ഒത്തുകൂടാം എന്നുള്ളത് ഉദ്ദേശിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇങ്ങനെ സിനിമ ഇപ്പം എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അറിഞ്ഞൂടാ. സിനിമ അന്ന് എന്ന് പറഞ്ഞാൽ ഈ പ്രിൻ്റൊക്കെ കിട്ടാനും, ഇപ്പോൾ നമ്മൾ കൊച്ചിയിലൊരു പ്രിൻ്റ് ഇറക്കിയ, എറണാകുളത്തൊരു പ്രിൻ്റ് ഇറക്കിയ, ആലുവയിൽ, തൃപ്പൂണിത്തുറ അങ്ങനെയൊക്കെ കിട്ടാൻ കുറേ നാളെടുക്കും. അപ്പോൾ അതൊക്കെ കൊണ്ടാണോ ഒന്നുകൂടി കൂടുതലായിട്ട് പടം ഓടാൻ കാരണം? ഇങ്ങനെ 10-250 ദിവസമൊക്കെ ഓടാൻ കാരണം? അല്ലല്ല, അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, ഈ പ്രിൻ്റ് അടിക്കണമായിരുന്നു. ഒരു പ്രിൻറ്റിന് നല്ല കോസ്റ്റാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും ശരി, കളറായാലും ശരി, പ്രിൻറ്റിന് നല്ല കോസ്റ്റ് വരും ഒരു പെട്ടിക്ക്. അപ്പോൾ ഒരു 17 പെട്ടി കൂടുതലൊന്നും ഒരു പ്രൊഡ്യൂസർക്കോ ഡിസ്ട്രിബ്യൂട്ടർക്കോ ഒന്നും അടിക്കാൻ പറ്റില്ല. കൂടി വന്ന് 20 കോപ്പി അടിക്കും. ഈ 20 കോപ്പി A ക്ലാസ് തിയേറ്ററിൽ മാത്രം, 1-2 B ക്ലാസ്സിലോ ആയിട്ട് ഒതുക്കാനേ പറ്റുള്ളൂ. ഇവിടുന്ന് കളിച്ച് കിട്ടിയിട്ട് വേണം താഴേക്ക് താഴേക്ക് താഴേക്ക്. അന്നൊരു കണക്കുണ്ടായിരുന്നു. A ക്ലാസ്സിൽ എത്ര കിട്ടുന്നു × 3 B ക്ലാസ്സിൽ നിന്ന് C ക്ലാസ്സിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇവിടെ തന്നെ പ്രൊഡ്യൂസർക്ക് അറിയാം എത്ര രൂപ ടോട്ടൽ വരും. അന്ന് 2000-ഓളം തിയേറ്റർ ഉണ്ടായിരുന്നു. ഇന്ന് അതില്ല. ഓലക്കൊട്ടകളൊക്കെ പോയില്ലേ, ഒറ്റ എണ്ണമില്ല. പിന്നെ ചെറിയ തിയേറ്ററുകളും ഇല്ല. ഇപ്പം ആകെയുള്ളത് ഈ സിനി കോംപ്ലക്സുകളാണ് കൂടുതലും. സീറ്റിങ്ങും ഇരിപ്പും കാഴ്ചയൊക്കെ നല്ലതാണ്. ഇപ്പം ഡിജിറ്റലായി. അപ്പോൾ പ്രിന്റിൻ്റെ ആവശ്യമില്ല. ഇത് ഡൗൺലോഡിലേക്ക് എത്ര വേണമെങ്കിലും കയറി എത്ര തിയേറ്ററിൽ വേണമെങ്കിലും റിലീസ് ചെയ്യാം. അറ്റ് എ ടൈം ഒന്നിച്ച് കാശും വരും, ഒന്നിച്ച് പടം പോവുകയും ചെയ്യും. അപ്പം എന്താണ്, ഇത്രയും ലോങ് റൺ കിട്ടില്ല. അതാണ് ഇപ്പം ലോങ് റൺ ഇല്ലാത്തത്. ഇപ്പൊ നമുക്ക് 250 ദിവസം 200 ദിവസം എന്നൊക്കെ പറയുന്നത് ഒരു സ്വപ്നം മാത്രമായിട്ട് മാറിയിരിക്കുകയാണ്.
അത് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ കളിച്ചിരുന്ന ഒരു തിയേറ്റർ, മറക്കാനാവാത്തൊരു സ്ഥലമാണ് കോഴിക്കോട് ഡേവിസ്. അവിടെ അവർ എങ്ങനെയും നമുക്ക് മാക്സിമം കളിച്ച് ഒരു പേരെടുത്ത് തരുന്ന ഒരു തിയേറ്റർ. ആ തിയേറ്ററൊന്നും ഇന്നില്ല. അപ്പോൾ അതൊരു വിഷമമായിട്ട്. അതെ അതെ. ഇപ്പം സാറിൻ്റെ ഒരു റാഫി മെക്കാട്ടിൻ കോംബോയിലേക്ക് വരുവാണെങ്കിൽ, സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ നിന്ന് വന്നത് പുതുക്കോട്ടയിലെ പുതുമണവാളനിലാണ് ഒരു സ്വതന്ത്ര സംവിധാന രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നരേഷനായാലും അതിൻ്റെ ഒരു തീമായാലും അതൊരു ഭയങ്കര പ്രത്യേകമായിട്ടായിരുന്നു. എന്ന് വെച്ചാൽ ആ കോംബോ തന്നെ, ജയറാമും പ്രേംകുമാറും തമ്മിലുള്ള ആ ഒരു കോംബോ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സമീപനമായിരുന്നു. എന്താണ് ആ ഒരു കോംബോ സെലക്ട് ചെയ്യാൻ എന്താ കാരണം? പ്രേംകുമാറും ജയറാം ആ ഒരു കോംബോ. അല്ല, അങ്ങനെ സെലക്ട് ചെയ്യുന്നതല്ലല്ലോ, ഇത് മാച്ചായിട്ട് അന്ന് കോമഡി വർക്കൗട്ട് ആകാൻ കൂടെ വേണം. അങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ 2 പേര് അവരാണ് അന്ന്, ഈ ക്യാരക്ടർ. അതുകൊണ്ടാണ് അവരെ വെച്ചത്. അത് ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ മാസം ഒരു പ്രൊഡ്യൂസർ വന്ന് എന്നോട് ചോദിച്ചു, അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഒന്ന് ചെയ്യാമോ? പുതുക്കോട്ടയിലെ അവർ 2 പേരോടും ഞങ്ങൾ സംസാരിച്ചോളാം. അപ്പോൾ പ്രേംകുമാറിനെ ഞാൻ കാണുകയും ചെയ്തു, ഇവിടെ IFFKയിൽ വെച്ച് കാണുകയും ചെയ്തു. ഞങ്ങൾ സംസാരിച്ച് റെഡിയാക്കിക്കോളാം, നിങ്ങൾ അതൊന്നും അറിയേണ്ട. ഒരു സ്ക്രിപ്റ്റ് ഞാൻ പറഞ്ഞത് എനിക്കിപ്പോൾ ബുദ്ധിമുട്ടുണ്ട്, എനിക്കിപ്പോൾ ചെയ്യാനായിട്ട്. ചെയ്യാൻ പറ്റും, അത് ചെയ്യാൻ പറ്റും. ഇനി പുതുക്കോട്ടയിലെ അത് ഗാനഭൂഷണം കൊച്ചിൻ പ്രദേശം എന്ന് പറഞ്ഞൊരു കഥ ആദ്യം ഒരെണ്ണം എഴുതിയത്. പിന്നെ ഇത് കൂടാതെ ഞങ്ങളൊരു പള്ളിപ്പെരുന്നാളിൻ്റെ ഒരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് 2 കൂടി ക്ലബ് ചെയ്താണ് ഇതുണ്ടാക്കിയത്, പുതുക്കോട്ടയാക്കിയത്. അതിൽ ഒരു പ്രത്യേകമായിട്ട് സത്യം പറഞ്ഞാൽ ആ കോംബോ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷെ പ്രേംകുമാറിന്റെ സാറിന്റെ സിനിമകളിലാണെങ്കിൽ ഒരുപാട് പിന്നെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അനിയൻ ബാവ, ചേട്ടൻ ബാവയിലൊക്കെ ആണെങ്കിലും. പക്ഷെ അദ്ദേഹത്തെ കൂടുതലായിട്ട് പിന്നീട് അങ്ങോട്ട് ആരും ഉപയോഗിച്ചതായിട്ട് കണ്ടിട്ടില്ല. ഇപ്പം പ്രേംകുമാറിന്റെ മറ്റു താരങ്ങളുടെ കൂടെ നല്ല രീതിയിൽ കോമഡി ആയാലും നല്ല കോമഡി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാളും അയാളുടെ കോമഡിക്ക് ഒരു വ്യക്തിത്വം കിട്ടി. ഈ കോമഡിയൻസിന് ഒരു പ്രത്യേകതയുണ്ട്, ആക്ടേഴ്സിന് എല്ലാവർക്കും അവരുടെ ശൈലി, കോമഡി ശൈലി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇപ്പം അമ്പിളിച്ചേട്ടൻ അതിൽ അങ്ങേറ്റം സക്സസ് ആയത് ആ അമ്പിളിച്ചേട്ടൻ്റെ ഒരു ശൈലിയുണ്ട് ഏത് കോമഡി പറയണേ, ആ ശൈലിയാണ് ജനത്തിന് ഇഷ്ടം. അപ്പം അദ്ദേഹം അങ്ങനെ എത്ര അഭിനയിച്ചാലും നടക്കും, കാണാൻ പറ്റും, മടുക്കില്ല നമുക്ക്. അതുപോലെ പ്രേംകുമാറിനുണ്ട് അങ്ങനെ ഒരു ശൈലി ഉണ്ടായിരുന്നു. ഇപ്പം അമ്മ എന്നൊക്കെ ഒരു വിളിയൊക്കെ, ഇതൊക്കെ അത് പോപ്പുലറാകാൻ കാര്യം അതാണ്. അപ്പോൾ ആ ഒരു എന്തെങ്കിലും കൊണസ്റ്റുണ്ടാക്കാൻ വന്ന് അവസാനം അത് കുഴപ്പത്തിലായി, എന്നാലും പുള്ളിക്ക് പ്രശ്നമില്ല, പിന്നെയും നടക്കുന്നു എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ പ്രേംകുമാറിന് നല്ല മാച്ചാണ്. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ ഇനിയും പടങ്ങൾ ധാരാളം. പക്ഷെ എന്നാലും കുറേ ചെയ്തു. പക്ഷെ എന്നാലും നിങ്ങളുടെ കോംബോയിൽ നിന്ന് മാറിയിട്ട് പിന്നെ ഒരുപാട് അങ്ങനെയുള്ള നല്ല ചിത്രങ്ങൾ അദ്ദേഹത്തെ കൂടുതലായിട്ട് തേടി വന്നിട്ടില്ല. വന്നു അനിയൻ ബാവ, ചേട്ടൻ ബാവയിലെ നമ്മുടെ എന്താ പറയാ ആ സീനില്ലേ, മറ്റേ റെക്കോർഡ് ചെയ്യുന്ന ടേപ്പ് റെക്കോർഡ്, അതൊക്കെ എങ്ങനെയാ വന്നത്? അതില് അവരെ കേൾപ്പിക്കാൻ നോക്കുമ്പോ മറ്റേ ഒരു ഏപ്പടത്തിന്റെ ഇത് വരുന്ന അതൊക്കെ. പിന്നെ ചേട്ടൻ പേടി അനിയന് പേടി എന്ന് പറഞ്ഞൊരു മന്നാടയുടെ ഒരു പാട്ടുണ്ടായിരുന്നു. അത് പിന്നെ ചെകുത്താൻ കയറിയ വീട് അത് നമ്മൾ സെലക്ട് ചെയ്ത് അങ്ങനെ എടുത്തു. അപ്പൊ ഇപ്പൊ നമ്മള് അതിൽ തന്നെ നമ്മൾ പുതുക്കോട്ടയിൽ വരികയാണെങ്കിൽ അതിലൊരു ഡയലോഗ് ഉണ്ട്, ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികളെ വളക്കാൻ സത്യമായി നിന്റെ ജയറാമിനോട് പ്രേംകുമാർ വന്ന് നിന്റെ ഉയരവും സൗന്ദര്യം ഒന്നും പോരാ, പൗരുഷം വേണം എന്നുള്ള ഒരു ഡയലോഗ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ഡയലോഗ് ശരിക്കും അത് നമ്മളെ ചിന്തിപ്പിക്കുന്നതും കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ സൗന്ദര്യത്തിലൊന്നും കാര്യമില്ല, കഴിവിലാണ് കാര്യം എന്നുള്ളത്. ആ ഡയലോഗൊക്കെ എങ്ങനെയായിരുന്നു വന്നത്? അങ്ങനെ പറയാൻ പറ്റുമോ? എങ്ങനെ വന്നതെന്ന് എങ്ങനെ പറയാൻ പറ്റും? അത് ഓരോ സന്ദർഭത്തിനനുസരിച്ചിട്ടാണോ അത്? അതെ. പക്ഷെ നല്ല അങ്ങനെയൊക്കെ നമ്മളിപ്പോ ഓർത്തെടുക്കുന്നത്. ഇപ്പൊ പഞ്ചാബി ഹൗസിലേക്ക് വരുവാണെങ്കിൽ, പഞ്ചാബി ഹൗസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീനാണ്. അതെല്ലാവരും ഇന്നും, ഞാനിപ്പോൾ 1-2 പേരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ നമ്മുടെ ദിലീപിന്റെ ക്യാരക്ടർ, അവർ രാത്രി ഇന്ദ്രൻസും രമണനും ഒക്കെ ആയിട്ട് നമ്മുടെ വെള്ളടിച്ച് പിറ്റേന്ന് എന്റെ സ്വപ്നത്തിലെ ഡയലോഗ് എങ്ങനെ നീ എടുത്തു എന്നുള്ളത്, അതൊക്കെ അസാധ്യമായിട്ടുള്ള ഭാവനയുള്ള ഒരാൾക്ക് മാത്രമേ എഴുതാൻ പറ്റുന്ന ഒരു ഡയലോഗാണ്. ഇനി ഒരിക്കലും സംഭവിക്കാത്ത ഡയലോഗുകൾ അതൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അതിലേക്കൊക്കെ അങ്ങനെ കോമഡിയിലേക്ക് എങ്ങനെ ആ ഒരു കഥാതന്ത്രം എങ്ങനെ കിട്ടുന്നത്? പറയാൻ പറ്റില്ല. ഇല്ല, അത് സീക്രട്ട് ആണോ? സീക്രട്ട് അല്ല, എനിക്കും അറിയില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് സ്പോട്ട് കോമഡി ആണോ? അല്ല, അത് വേണ്ടി എഴുതി വെക്കാത്ത നമ്മൾ ഇരിക്കുമ്പോൾ തലയിൽ വരുന്നതാണല്ലോ നമ്മൾ എഴുതുന്നത്.
നമ്മൾ കംഫർട്ടാണെങ്കിൽ ഇതെല്ലാം വരും. പിന്നെ നമ്മൾ ഫുൾ ടൈം 24 ഹവറും ഇതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കോമഡിയാണ് ചിന്തിക്കുന്നത്. കോമഡി എന്നല്ല, കയ്യിലുള്ള പ്രൊജക്റ്റിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അത് ഈ കോമഡിയെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ചെറുപ്പം മുതലേ അട്രാക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ടോംസിൻ്റെ ബോബനും മോളിയും. അത് ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. എങ്ങനെയാണ് കോമഡി വരുന്ന വഴി, എങ്ങനെയാണ് ആ കോമഡി പ്രസൻറ്റ് ചെയ്യുന്നത് എന്നത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഗ്രാസ്പ് ചെയ്തിട്ടുണ്ട്, അറിഞ്ഞുകൊണ്ടല്ല. ഇപ്പോൾ സിനിമയിലെത്തിയതിന് ശേഷം സിദ്ദിഖ് ലാലിനെ പരിചയപ്പെട്ട അവരാ. അപ്പോൾ സിദ്ദിഖണ്ണൻ ഫ്രെയിമിങ്ങിനെ കുറിച്ച് പഠിപ്പിച്ചു തന്നത്, ഫ്രെയിം വെക്കേണ്ടതും ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇതിന് എളുപ്പം മനസ്സിലാക്കാൻ എന്നോട് പറഞ്ഞത് ടോംസിൻ്റെ ബോബനും മോളി ബെസ്റ്റാണ്. കാരണം അത് ലെഫ്റ്റ് ഔട്ട് പോയ റൈറ്റ് എൻട്രി എന്നൊക്കെ പറയുന്നത് അതിൽ കീപ്പപ്പ് ചെയ്യും. പ്രത്യേകിച്ച് ആ ചെറിയൊരു പട്ടിയുണ്ട്, അവൻ എല്ലാം ഇത് നോക്കിയാണ് ടോംസ് സാർ വരച്ചിരിക്കുന്നത്. അപ്പോൾ അത് എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലെ. അതിലൊന്ന് ഇതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ പണ്ട് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചൊരു വീട്ടിലേക്ക് കയറും. അപ്പോൾ ബാക്കിൽ ഒരു വലിയ കൊളാബിയിൽ പാട്ട് വെച്ചിരിക്കുകയാണ്, ചെകുത്താൻ കയറിയ പിന്നെ ഒരു തിയേറ്ററുണ്ട്, അടുത്തതിലൊരു തിയേറ്ററാണ്, തിയേറ്ററിൽ ആളില്ല. അപ്പം അവിടെ റെക്കോർഡ് വെച്ചിരിക്കുകയാണ്, ഗതിയേതുമില്ലതായേ എന്ന് പറഞ്ഞൊരു പാട്ട്. അപ്പം ഇതൊരു അറ്റ്മോസ്ഫിയറിലുള്ള കോമഡി, അത് ഞാൻ വളരെ ആസ്വദിച്ചിരുന്നു. ഇതാണ് അനിയമ്പാവ ചേട്ടമ്പാവയിൽ ആ ടേപ്പ് റെക്കോർഡും കാണാതെ പോയിട്ട് അതിൽ ചെകുത്താൻ കയറി വീടും ഇതൊക്കെ വരാൻ കാരണം ഈ ഒരു പാറ്റേൺ പിടിച്ചിട്ടാണ് അങ്ങനെ വരുന്നത്. ബോബനും മോളി ശരിക്കും ഒരു പാഠപുസ്തകം തന്നെ. തീർച്ചയായിട്ടും അത് അന്ന് ഞാൻ പറഞ്ഞു, ആരോ ഒരാൾ എനിക്കിത് ഫുൾ ബൈൻഡഡ് തന്നു. അയാൾക്ക് കിട്ടിയത് ഈ ആക്രി കടയിൽ നിന്നാണ്. ഈ പഴയ ഇതൊക്കെ വിറ്റ കൂട്ടത്തിൽ അത് സെക്കൻഡായിട്ട് വിറ്റപ്പോൾ അയാളത് മേടിച്ചിട്ട് അയാളപ്പോൾ എന്നെ ഓർത്ത് ഇത് എനിക്ക് കൊണ്ട് തരാമല്ലോ എന്ന് തന്നു. അത് എനിക്ക് വളരെ പ്രയോജനം ചെയ്തു എന്നുള്ളതാണ്. ഇത് ജയറാമിൻ്റെ കയ്യിലുണ്ട് സെയിം സാധനം. ബോബനും മോളി ഫുൾ പാക്ക് ചെയ്ത് പുള്ളിയും വെച്ചിട്ടുണ്ട്, സൂക്ഷിച്ചു നോക്കുന്ന ഒരാളാണ് ഇവരൊക്കെ. അപ്പം ഞാനിതിരുന്ന് ഇങ്ങനെ ഫ്രെയിം നോക്കാൻ തുടങ്ങി. ഇതിലെ കോമഡി എങ്ങനെയാണത്, ഇതിലൊരു പഞ്ചുണ്ട് ഏറ്റവും അവസാനം. ആ പഞ്ച് എങ്ങനെയാണ് വരുന്നത്, അതാണ് ബോബനും മോളിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വരകളോ അതൊന്നുമല്ല, ഈ ക്യാരക്ടേഴ്സും ഈ പഞ്ചുമാണ്. ഈ ബോബനും മോളിയും ചിലപ്പോൾ ചന്തയിൽ സാധനം മേടിക്കാൻ ഒരു സഞ്ചിയൊക്കെ ഇട്ട് പോകുമ്പോൾ അവിടെ ഇരുന്ന ഒരാൾ പത്രം വായിക്കുന്നുണ്ടാവും. വെറുതെ ഒരാൾ ഉഗാണ്ടയിൽ വെടിവെപ്പ്, വെളിച്ചെണ്ണക്ക് വില കൂടി എവിടെയാണ്, പരസ്പരം ബന്ധമില്ലാത്ത, പക്ഷെ അതൊരു രസമാണ്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു ഞാനിതിൽ, ഈ ബോബനും മോളിയും. ശരിക്കും കോമഡിയിലേക്ക് ഒരു വഴി തുറന്നു. അതെ, ശരിക്കും എൻ്റെ ബേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതാ. അതുപോലെ എല്ലാ ഫലിത ബന്ധുക്കളും വായിക്കും, വേറൊന്നും വായിക്കാറില്ല ഞാൻ. അത് എല്ലാ മാഗസീൻസിൻ്റെയും ഞങ്ങൾ ഫാക്ടറി ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഞങ്ങൾക്ക് ഹോട്ടൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ സ്ഥിരം ഷോപ്പിംഗ് കോംപ്ലക്സിലുള്ള ഒരാളാണ്. അപ്പോൾ അവിടെ 2-3 ബുക്ക് സ്റ്റോൾസ് ഉണ്ട്. അതിൽ ഒരു ബുക്ക് സ്റ്റോളിൽ എല്ലാ നർമ്മദ, സരസൻ എന്നൊക്കെ പറഞ്ഞ് കുറേ മാസികകളുണ്ട്. ഞാൻ അവിടെ കടയിൽ കയറിയിട്ട് അതിൻ്റെ ബാക്ക് പേജ് എടുത്തിട്ട് പാച്ചവും ഗോപാലനും ഇങ്ങനെയുള്ളതൊക്കെ വായിച്ച് അപ്പൊ ആ കടക്കാരനായിട്ട് നല്ല ബന്ധമായതുകൊണ്ട് എല്ലാം മറിച്ചു നോക്കിക്കോളാൻ പറയും. അപ്പൊ എല്ലാത്തിനും ഞാൻ മറിച്ചു നോക്കി വായിച്ചു നോക്കിയിട്ടേ പോരുള്ളൂ, എല്ലാ ആഴ്ചയിലും പോയി. അതുപോലെ പ്രഭാത ബുക്ക് ഹൗസ് ഉണ്ട്. അപ്പോൾ അവിടെ കുട്ടികളുടെ പ്രസിദ്ധീകരണങ്ങൾ കുറേ ഉണ്ട്. അതുമൊക്കെ ഇങ്ങനെ നോക്കും, ചിലത് വാങ്ങും. അവിടെ ഈ റഷ്യൻ ബുക്സ് ഉണ്ട് അവിടെ, അതൊക്കെ ഞാൻ വാങ്ങിക്കാറുണ്ട്. രസമാണ് ഇതെല്ലാം, ഭയങ്കര കാർട്ടൂൺ അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ അതൊന്നും ഇപ്പൊ ഇല്ല. അതൊക്കെ ഭയങ്കര അത് വാല്യൂ എഡ്യൂക്കേഷൻ ത്രൂ കാർട്ടൂൺ ആൻഡ് ഈ കുട്ടികളുടെ പുസ്തകങ്ങളാണ് ബെസ്റ്റ്. അത് കുട്ടികൾ ചെയ്യുന്നുമില്ല, അത് ഇറങ്ങുന്നുമില്ല. ഇത് ഇപ്പോഴത്തെ ഒരു കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പൊ ശരിക്കും മൊബൈലിലാണ് എല്ലാവരും. ഞാൻ പറഞ്ഞ മൊബൈലിലും കൊടുക്കാം, പക്ഷെ അവര് കാണൂല. അത് കാണത്തക്ക വിധത്തിൽ കൊടുക്കണം. അത് മൊബൈലിന്റെ കുഴപ്പം എന്താന്ന് വെച്ചാൽ ടൂ മച്ച് കോണ്ടന്റ്സ്. ഈ നമ്മളിപ്പോൾ ഒരു ബാലരമ വാങ്ങിച്ചാൽ അതിൽ അത്രയും കോണ്ടന്റേ ഉള്ളൂ, അതല്ലേ വായിക്കുള്ളൂ. പക്ഷെ ഇതല്ലല്ലോ, കോടിക്കണക്കിനല്ലേ കിടക്കുന്നത്. അപ്പൊ അവരെവിടെയൊക്കെയാ പോയി സെർച്ച് ചെയ്യുന്നത്, എന്തൊക്കെയാ കാണുന്നതെന്ന് അൺലിമിറ്റഡ് ആയിപ്പോയി. അത് വികലമാക്കും നമ്മളെ. നമ്മൾ വീണ്ടും സമൂഹത്തിലേക്ക് വരികയാണ്. എന്നാലും സാരമില്ല,
ഈ വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സാധനം കുട്ടികൾക്ക് ഇല്ല. അതെ. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടു. 2 പിള്ളേർ ബൈക്കിലിരിക്കുന്ന ഒരു അമ്മൂമ്മ, ആ അമ്മൂമ്മയെ വയറ്റത്ത് ചവിട്ടി താഴെ ഇടുന്നൊരു പയ്യൻ, മേ ബി +2 സ്റ്റുഡൻറ്റ് ആയിരിക്കാം. അതൊരു വല്ലാത്ത സീനല്ലേ. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലെന്നല്ല, അങ്ങനെ ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റില്ല. പ്രായമായ ഒരു സ്ത്രീയുടെ മുമ്പിൽ എത്ര ഇതായിട്ട് വരുന്നൊരു സ്ത്രീയാണ് ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഭിക്ഷ കൊടുക്കുമോ, അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറഞ്ഞു വിടും, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നോ വെള്ളം തരാമെന്ന്. ഇതൊക്കെ ഞങ്ങളൊക്കെ പണ്ട് കണ്ട് ശീലിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരോട് ഇങ്ങനെ പെരുമാറുക എന്ന് പറയുന്നത് ഒരു ചിന്തിക്കാൻ പറ്റാത്ത. അപ്പൊ സമൂഹത്തിന് വന്ന മാറ്റം ഇതൊക്കെ ഞാൻ പറഞ്ഞത് നല്ല ബാലപ്രസിദ്ധീകരണങ്ങൾ വേണം. അത് സ്കൂളുകൾ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്നൊരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു, തളിരുകൾ. എന്ത് രസമായിരുന്നു എന്നറിയോ, നല്ല നല്ല തമാശ കഥകൾ, തമാശകൾ നമുക്ക് എഴുതാം. അപ്പം നമുക്കൊരു പ്രചോദനം കിട്ടും. അപ്പം പണ്ട് ഞാൻ എഴുതിയ കുറേ കാര്യങ്ങളുണ്ട്, പ്രസിദ്ധീകരിക്കാത്ത ചിലത്. ഒരു ഉദാഹരണം വേണേ പറയാം. നമ്മൾ പണ്ട് എഴുതി വച്ചിരിക്കുന്നു, ആകാശത്തിനുമപ്പുറം സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ചവരെ നന്ദി, ആ പ്രതീക്ഷയിലായിരുന്നു ഞാനെന്നും. മനസ്സിലായില്ലേ? ആകാശത്തിനുമപ്പുറം സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ചവരെ നന്ദി, ആ പ്രതീക്ഷയിലായിരുന്നു ഞാനെന്നും. പാതാളത്തിനും കീഴെ നരകമുണ്ടെന്ന് പഠിപ്പിച്ചവരെ നന്ദി, ആ ഭയത്തിലായിരുന്നു ഞാനെന്നും. ഇതൊന്നുമില്ലെന്ന് പഠിപ്പിച്ച ശാസ്ത്രമേ പേടിയാവുന്നു ജീവിക്കാൻ. എന്തൊരർത്ഥമാണത്. അത് എപ്പോഴും എഴുതിയതാണത്? അത് എഴുതിയത് എപ്പോഴാന്ന് ഓർക്കുന്നില്ല, എന്നാലും ചെറിയ സമയത്ത് എഴുതിയ. കാരണം നമ്മൾ അന്ന് കാറ്റഗിസം അത് ഇത് പള്ളിയിൽ നിന്നൊക്കെ നമ്മളെ പഠിപ്പിക്കും, സ്വർഗമുണ്ട് നരകമുണ്ട്. അത് ഇല്ല എന്ന് ഇരുന്നോട്ടെ, പക്ഷെ നമ്മളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു ഭയം ഉണ്ടായിരുന്നു, നരകത്തിൽ പോകും, അതുകൊണ്ട് തെറ്റിയരുതെന്ന്. ഇതൊന്നും ഇല്ലാന്ന് ശാസ്ത്രം പറയുന്നു, വിശ്വസിക്കാൻ തയ്യാറുമാണ്. പക്ഷെ ഭയം, പേടിയാവുന്ന ജീവിക്കാൻ. ഇതൊന്നും ഇല്ലാതെ ഈ കുട്ടി ഇനി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ കുട്ടികള് ഇതൊന്നുമില്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കിയവരാ. അതാണ് പിന്നെ ഒന്നും പേടിക്കാതെ ഇങ്ങനെ. അവർക്ക് പേടിയില്ല, അവർക്ക് ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. ശരിക്കും നല്ല എന്താ പറയാ, അത് ശരിക്കും പ്രസിദ്ധീകരിക്കേണ്ടതാ. നല്ല. പിന്നെ വേറൊന്ന് തമാശക്ക് എഴുതിയതാണ്, അത് ഒരിക്കലും ആരെയും ഹർട്ട് ചെയ്യാനല്ല കേട്ടോ, കളിയാക്കാനോ ഹർട്ട് ചെയ്യാനോ അല്ല. അതുകൊണ്ടാണ് അത് ഞാൻ പ്രസിദ്ധീകരിക്കാതിരുന്നത്. കാരണം അതിന് എതിർക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്. എനിക്ക് എതിർപ്പില്ലാത്ത കാര്യമാണെങ്കിൽ തമാശക്ക് എഴുതിയതല്ലേ ഒന്ന്. എന്തൊരു കൊതുകുകളാണ് ഇവിടെ. ഒരാൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ ഇതാണ്, എന്തൊരു കൊതുകുകളാണ് ഇവിടെ, ദൈവമേ എന്തിനാണ് ഈ കൊതുകുകളെ സൃഷ്ടിച്ചത്? അതിൻ്റെ മറുപടി എന്നോണം, തവളകൾക്ക് ഭക്ഷണമേകാൻ. ഓ ദൈവമേ എന്തിനാണ് ഈ തവളകളെ സൃഷ്ടിച്ചത്? പാമ്പുകൾക്ക് ഭക്ഷണമേകാൻ. ദൈവമേ എന്തിനാണ് ഈ പാമ്പുകളെ സൃഷ്ടിച്ചത്? ചൈനക്കാർക്ക് ഭക്ഷണമേകാൻ. ദൈവമേ എന്തിനാണ് ഈ ചൈനക്കാരെ സൃഷ്ടിച്ചത്? ദൈവം മൗനം. ഇതിനകത്ത് വേറെ ദുരുദ്ദേശങ്ങളൊന്നും ഇല്ല. ശരിക്കും സാറ് പറഞ്ഞത് നമ്മൾ പഠിക്കുന്ന പുല്ല്, പുൽച്ചാടി, തവള, ഈ ഒരു പാറ്റേൺ ഇല്ല, അതുപോലെ തന്നെയാണ് അത് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിന് റോങ് ആയിട്ടൊന്നും ഇല്ല. എങ്കിലും ചിലർക്ക് ചിലപ്പോൾ ഇത് എന്താണ് അവർ ചൈനക്കാരെ ചീത്ത പറഞ്ഞ അല്ല, ഒരിക്കലും അല്ല, ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. സത്യം പറഞ്ഞ അത് പ്രസിദ്ധീകരിച്ച, ഞാൻ പറയുന്നത് ഒരു വിഭാഗം ആരെങ്കിലും പറയായിരിക്കും, പക്ഷെ ഇതൊരു തെറ്റായിട്ടുള്ളതും അല്ല, ശരിക്കും ഉള്ളിൽ ചൈനക്കാരെ നമുക്ക് തരം താഴ്ത്താനോ അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല. അവരിന്ന് രാജ്യത്തെ ഏറ്റവും നമ്മളെ ഉപയോഗിക്കുന്ന ഫോൺ മുതൽ സകലതും അവർ തരുന്നതാണ്. അതുകൊണ്ടാണ് അവരാണ് എന്തൂസിയാസ്റ്റിക് ആണ്. അവിടുത്തെ കുട്ടികൾ, എൻ്റെ ഒരനുഭവം പറയാണ്, എൻ്റെ 2 റിലേറ്റീവ്സ് ന്യൂയോർക്കിൽ ജോലി ചെയ്തിരുന്നപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് മാക്സിമം 10 മണിക്കൂറാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങളുടെ ഇരട്ടിയുടെ ഔട്ട്പുട്ടാണ് അവർ 14 മണിക്കൂർ ജോലി ചെയ്ത് ഉണ്ടാക്കി കൊടുക്കും. ചൈനക്കാർ പിള്ളേർ, അവർക്ക് ക്ഷീണമില്ല, ഒന്നുമില്ല. അവരത് ചെറുപ്പം മുതൽ ശീലിച്ചു, അധ്വാനിക്കാൻ ശീലിച്ചവരാണ്. അതുകൊണ്ട് അവരൊരിക്കലും നമ്മൾ ചൈനയുടെ സാധനം പോകുന്നു ചൈന ലോകത്തിന് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഒരുപാടുണ്ട്, ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അവർ നമ്മളെയൊക്കെ ഡെവലപ്പ് ചെയ്തതിൻ്റെ പിന്നിൽ പോലും അവരുണ്ട്. ഈ
കമ്പ്യൂട്ടർ പഠിക്കാനും ഈ ടെക്നോളജി ഉണ്ടാക്കാനും ഒക്കെ നമ്മളെ പഠിപ്പിച്ചതിൻ്റെ പിന്നിലും അവരുടെയൊക്കെ കൈകളുണ്ട്. നമ്മള് ഒന്നില്ലെങ്കിൽ ഇൻവെർട്ടറെങ്കിലും അവരുടെ ആയിരിക്കും, വേറെ ഒന്നുമില്ലെങ്കിലും. പിന്നെ ഇനിയിപ്പോ സാർ നേരത്തെ ബോബനും മോളിയുടെയും കാര്യം പറയുമ്പോ സിദ്ദിഖ് സാർ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. അപ്പൊ സാറ് അത് നോക്കിയിട്ടുണ്ടായിരുന്നു. സിദ്ദിഖ് സാർ ഈ ബോബനും മോളിയും. സിദ്ദിഖ് സാറ് ബോബനും മോളി മാത്രമല്ല, മാൻഡ്രേക്ക്, ഫാൻഡം ഇതെല്ലാം വായിക്കാൻ പറഞ്ഞു എന്നോട്. കാരണം മാൻഡ്രേക്കിൻ്റെ ഫ്രെയിമിങ് ഭയങ്കരമാണ്. മാൻഡ്രേക്ക് സാനഡു ഒക്കെ കാണിക്കുന്നതൊക്കെ ഭയങ്കര ഫ്രെയിമിങ്. ഈ ഏരിയൽ ഷോട്ട് നമുക്കില്ല, ഇപ്പോഴല്ലേ ഡ്രോണൊക്കെ വന്നത്. അന്നില്ല. പക്ഷെ അന്നത്തെ കലാകാരന്മാർ ഇങ്ങനെ വെച്ചിട്ടാണ് ഒരു നാട് മുഴുവൻ കാണിക്കുന്നത്. സാനഡു കാണിക്കുന്നതും ഫാൻറ്റം ലീഫാക്കിൽ ഒരു സ്ഥലവും ഇതുപോലെ കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഹോജ ഉള്ളത് ഇതിലാണ്, മാൻഡ്രേക്കിൽ. അപ്പോൾ ഇവിടെ ഒരുപാട് ഏരിയൽ ഷോട്ടുകൾ കാണിക്കുന്നുണ്ട്. അത് വളരെ എന്താണ്, ബേർഡ്സ് വ്യൂ ആണ് കാണിക്കുന്നതല്ല. അന്ന് നമുക്ക് അങ്ങനെ ഒരു എക്യുപ്മെന്റ് ഇല്ല, ഡ്രോൺ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇവര് അത് എഴുതി വരച്ച് കാണിച്ചിരുന്നു എന്നുള്ളതൊരു അത്ഭുതമാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഷോട്ടുകൾ കിടപ്പുണ്ട്, വന്നിട്ടുണ്ട്, പണ്ട് ചെറുപ്പം മുതലേ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്നത് ചിന്തിക്കാൻ ഈസിയാണ്. അതാണ്. അതൊക്കെ വളരെ, ഞാൻ ഇപ്പോഴും പറയുന്നത് ചിത്രകഥകൾ വാങ്ങി വായിക്കണം. ഞാൻ ഇതിനു വേണ്ടി മദ്രാസിലെ വെസ്റ്റ് മാമ്പലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ താമസിക്കുമ്പോൾ ഞാൻ അവിടെ വൈകിട്ട് നടക്കാൻ പോകുമ്പോൾ റോഡരികത്ത് മുഴുവൻ സെക്കൻഡ് ബുക്സ് വിൽക്കുന്ന കടകളാണ്. അവിടെ എല്ലാം കയറി പരിശോധിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 3-4 സ്റ്റോറി ബുക്സ് കിട്ടി. ഇംഗ്ലീഷാണ്. അത് ഈ നമ്മുടെ ചിത്രകഥയില്ലേ, അതിൻ്റെ പിക്ചറൈസ്ഡ് ചിത്രകഥ, ആർട്ടിസ്റ്റുകൾ അഭിനയിച്ച് ഫോട്ടോ ചെയ്ത് പ്രിൻ്റ് അടിച്ച്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു പുസ്തകം ഇറക്കണം. അങ്ങനെ നമ്മൾ ക്യാമറ വെച്ച് ഡയറക്റ്റ് ചെയ്ത് നമ്മൾ ആർട്ടിസ്റ്റിനെ വെച്ച് ഏതൊക്കെ ഷോട്ട് എങ്ങനെ. അപ്പോൾ സിദ്ദിഖണ്ണൻ ഒരിക്കൽ പറഞ്ഞു എന്നോട്, അങ്ങനെ ഇത്തരം ബുക്സിൽ നിന്നും ഷോട്ടും ഫ്രെയിമും കിട്ടും. അത് കിട്ടി. ആ 2 ബുക്സും ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ശരിക്കും അത് വലിയൊരു അദ്ദേഹം പറഞ്ഞു തന്നൊരു. അതെ, ഒരു അതിൽ നിന്നും ഈ ഫ്രെയിമിംഗ് ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലുത്. ഒരു ഡയറക്ടറുടെ ഏറ്റവും വലിയ, ഇപ്പോൾ പൊതുജനത്തോടൊരു കാര്യം കാണിച്ചു കൊടുക്കുകയല്ലേ, പറഞ്ഞു എന്നത് കാണിക്കുകയല്ലേ. ആ കാണിക്കുന്നതിനൊരു ഫ്രെയിമിംഗ് വേണം, ബെസ്റ്റ് ഫ്രെയിമിംഗ് ആയിരിക്കണം. അപ്പോൾ അത് കിട്ടുന്നത് നമുക്ക് ഈ ചിത്രകഥകളിൽ നിന്നും കിട്ടും. അത് പ്രത്യേകിച്ച് അമ്പിളിയമ്മാവൻ എന്നൊക്കെ പറഞ്ഞൊരു ചന്ദാമാമ, അതിനകത്ത് പുരാണ കഥകളുണ്ടാവും. ഈ പുരാണം നമ്മൾ ആ സ്ഥലം കണ്ടിട്ടില്ലല്ലോ. അപ്പൊ അവരുടെ ഭാവനയിൽ ആ സ്ഥലം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഫ്രെയിമിംഗ് ഉണ്ട്. അത് ബെസ്റ്റ് ഫ്രെയിമിംഗ് നമുക്ക് മൂവിയിലും നമുക്ക് കിട്ടും. നമ്മൾ കാണാത്ത ഒരു സ്ഥലത്തെ നമുക്ക് അങ്ങനെ ഫ്രെയിം ആക്കാൻ പറ്റും. അന്ന് ഇത്ര ടെക്നോളജി നമുക്ക് സെർച്ച് ചെയ്യാനും ഒന്നും, ആ പുസ്തകങ്ങൾ മാത്രമാണ്. അപ്പൊ സിദ്ദിഖ് സാർ ഒരുപാട് അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നും ആ പുസ്തകങ്ങളുടെ ലോകം, ആ കാലമാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം എല്ലാം നല്ലതായിരുന്നു. ഇന്നും അങ്ങനെയല്ല. ഈ കമ്പ്യൂട്ടറിൻ്റെയും ഫോണിൻ്റെയും ഒക്കെ യുഗം എനിക്ക് ഒട്ടും ഇഷ്ടമാണില്ല. അതുകൊണ്ട് എനിക്ക് അത് തന്നെയാണ് ഇഷ്ടം. ആ കുട്ടിക്കാലം എന്ന് പറയുന്നത് പുസ്തകങ്ങൾ നിറഞ്ഞതായിരുന്നു. ധാരാളം പുസ്തകങ്ങളായിരുന്നു. ഞങ്ങൾ ഷെയർ ചെയ്ത്, പല കൂട്ടുകാർ ഷെയർ ഇട്ട്, ഒരാൾ അമ്പിളിയമ്മ വായിച്ചാൽ ഞാൻ ബാലയുഗം, ബാലരമ മേടിക്കും, വേറൊരുത്തം മറ്റൊരു പുസ്തകം, അങ്ങനെ ഞങ്ങൾ ഷെയർ ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്തായിരുന്നു ഇതൊക്കെ വായിച്ചിരുന്നത്. ഇന്ന് വായനയാണ് ഇല്ലാത്തത്. അതാണ് ഇല്ലാത്തത്. സോ വാല്യൂ എഡ്യൂക്കേഷൻ നശിച്ചു. അതാണ് ഇവിടെ സംഭവിച്ചത്.